വോട്ടെണ്ണലിന്റെ ആദ്യ സൂചനകൾ UDFന് അനുകൂലമാണെന്ന് തെളിഞ്ഞതോടെ ഇതൊരു സാധാരണ വിജയമല്ല, ഒരു തരംഗമാണെന്ന് മനസ്സിലാക്കി മന്ത്രിസഭാ രൂപീകരണത്തിലുള്ള നീക്കം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തുടങ്ങാൻ AICC നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതുപ്രകാരം കേന്ദ്ര നിരീക്ഷകരായി 4 പ്രധാന നേതാക്കളെയാണ് ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് അയക്കുന്നത്. സച്ചിൻ പൈലറ്റ്, ഇമ്രാൻ പ്രതാപ് ഗഡി MP, കർണാടകത്തിലെ മന്ത്രി KJ ജോർജ്, കനയ്യകുമാർ എന്നിവരടങ്ങുന്ന നിരീക്ഷക സംഘം ഇന്ന് തന്നെ തലസ്ഥാനത്ത് എത്തുകയാണ്. UDFന് ഫലം അനുകൂലമാണെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അതുപ്രകാരം നിയുക്ത MLA മാരുടെ പിന്തുണ തേടുന്നതടക്കം നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ നീക്കം. ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് KC വേണുഗോപാൽ എത്തുമെന്നൊരു സൂചനയും പുറത്തു വരുന്നുണ്ട്. പൊതുസമവായം ഉണ്ടാകുന്നതെങ്കിൽ സീനിയർ എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്കാകും നറുക്കുവീഴുക. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസിന് തന്നെ തീരുമാനിക്കാമെന്നും അത് അവരുടെ തീരുമാനത്തിന് വിടുന്നുവെന്നും മുസ്ലിം ലീഗ് നേതാവ് മുനവർ അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയതും അതുകൊണ്ട് തന്നെയാണ്. കേരളത്തിലെ ഫലം AICCക്കും ഏറെ നിർണായകമാണ്. കാരണം ഇന്ന് വോട്ടെണ്ണൽ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഹൈക്കമാൻഡ് നേതൃത്വം പൂർണ്ണ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് കേരളത്തിൽ മാത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വന്നാൽ 90 സീറ്റുകളാണ് AICC പ്രതീക്ഷിക്കുന്നത്. നിയുക്ത MLA മാരുടെ മനസ്സറിഞ്ഞ ശേഷം തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കാനാണ് 4 പ്രമുഖ നേതാക്കൾ എത്തുന്നത്. വേണ്ടി വന്നാൽ കോൺഗ്രസ് MLA മാർക്ക് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ബാലറ്റ് സംവിധാനവും ഒരുക്കാൻ പോവുകയാണ്. അതിനു പുറമെ ഘടകകക്ഷികളുമായി ഫലം വന്ന ശേഷം ഒരു വട്ടം കൂടി ഹൈക്കമാൻഡ് നേതൃത്വം സംസാരിക്കും. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും വിജയമുറപ്പെന്നും കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് LDFൻ്റെ പ്രമുഖ നേതാക്കളിൽ പലരും തോൽവി ഭയന്ന് നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരൊറ്റ നേതാക്കളും പരാജയഭീതിയിൽ ഇല്ല എന്നുള്ളതാണ്. കുറച്ചെങ്കിലും കനത്ത പോരാട്ടം എന്ന് തോന്നിച്ചത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ശൈലജ ടീച്ചറും മത്സരിക്കുന്ന പേരാവൂരിലാണ്. എങ്കിലും സിറ്റിംഗ് MLA ആയ സണ്ണി ജോസഫ് ജയിച്ചു കയറും എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം. ഏതായാലും ചരിത്രത്തിലാദ്യമായി KPCC അധ്യക്ഷനും ജീവിച്ചിരിക്കുന്ന എല്ലാ മുൻ KPCC അധ്യക്ഷന്മാരും പ്രതിപക്ഷ നേതാവും AICC സംഘടനാ ജനറൽ സെക്രട്ടറിയുമെല്ലാം ഒരിടത്തിരുന്ന് ഒരേ സ്ക്രീനിൽ ഫലമറിയുമ്പോൾ CPM നേതാക്കൾ പലയിടങ്ങളിൽ പല സ്ക്രീനിൽ പല മാനസികാവസ്ഥയിൽ ഫലം കാണുകയാണ്. ഇത് തന്നെയാണ് ഈ വോട്ടെണ്ണലിന് മുൻപേ തന്നെ ഫലം അറിഞ്ഞു എന്ന് പറയുന്നതും.